നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ മുന്നിലത്തെ എപ്പിസോഡ് ഞാൻ ചെയ്തത് ബാലചന്ദ്രൻ മേനോൻ എന്ന് പറഞ്ഞ സംവിധായകൻ 70 വയസ്സ് എന്നുള്ള എപ്പിസോഡായിരുന്നു. മേനോൻ ചേട്ടനെ കുറിച്ച് ഞാൻ അന്ന് ആ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എത്ര കഥ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത് അദ്ദേഹം എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങൾ വായിച്ചാലും മതി, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് പരിചയമുള്ളവരോട് സംസാരിച്ചാലും മതി. എത്ര വേണമെങ്കിലും കഥയുണ്ടാക്കാൻ പറ്റും മേനോൻ ചേട്ടനെ പറ്റി. എന്നെ അതിശയിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ, മേനോൻ ചേട്ടനെ കുറിച്ച് ചെയ്ത പ്രോഗ്രാം ഏതാണ്ട് 1 മണിക്കൂറോളം എന്തോ ഉണ്ട്. ആ പ്രോഗ്രാം രാവിലെ ഏറിപ്പോയ ശേഷം എന്നെ ഇതുവരെ വിളിക്കാത്ത ഒരുപാട് പേര് വിളിക്കുന്നു. സാർ, ആ മേനോൻ ചേട്ടനെ കുറിച്ച്, ബാലചന്ദ്രൻ മേനോനെ കുറിച്ച് ചെയ്ത പ്രോഗ്രാം കണ്ടു, മനോഹരമായി ചെയ്തു, ഞങ്ങൾക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു എന്നൊരു കൂട്ടം. സാർ, അങ്ങനെയൊക്കെ വ്യക്തമായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉറച്ചു നിൽക്കാത്തതുണ്ട്, അദ്ദേഹം പരസ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉറച്ചു നിൽക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതൊന്നും കിട്ടാത്തത് സാർ. ഈ നാട്ടിൽ അങ്ങനെയാണ് സാർ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പിൻബലമുണ്ടെങ്കിലേ അധികാര സ്ഥാനങ്ങൾ കിട്ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് മേനോൻ ചേട്ടനെ എന്താ പറയുക, പുകഴ്ത്തുക എന്ന് പറയുന്ന വാക്ക് ശരിയല്ല, മേനോൻ ചേട്ടനോടുള്ള ആരാധന, സ്നേഹം ഒരുപാട് പേര് എന്നോട് പങ്കിട്ടു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ. അപ്പോൾ എനിക്ക് തോന്നി മേനോൻ ചേട്ടനെക്കുറിച്ച് അടുത്തൊരു കഥ കൂടെ ചെയ്യാമോ. അങ്ങനെയാണ് ഇന്നത്തെ രസകരമായ KP ഉമ്മറുമായിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഉമ്മർ സാറിനെ കുറിച്ച് ഇനിയും പറയൂ ഇനിയും പറയൂ എന്ന്. കാരണം നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ വേറൊരു ചാനലിൽ ഉമ്മർ സാറിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മുക്കയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതിലെ ഹ്യൂമർ കലർന്ന കഥകൾ കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് കണ്ട ശേഷം എന്നെ വിളിക്കും, സാർ എന്തുകൊണ്ട് സാർ KP ഉമ്മറിനെ കുറിച്ച് വീണ്ടും പറയാത്തത്, ഉമ്മർ സാറിനെ കുറിച്ച് ഒരു കോമഡി കഥ പറയൂ സാർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മേനോൻ ചേട്ടനും ഉമ്മുക്കയും തമ്മിലുള്ള ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത്. എന്തായാലും സപ്തതി ആഘോഷിച്ച മേനോൻ ചേട്ടനെക്കുറിച്ച് നമ്മൾ ചെയ്ത പ്രോഗ്രാം അതിൻ്റെ ഒരു നിലവാരം നിലനിർത്തിയെന്നും അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞുവെന്നും എന്നെ വിളിച്ച് നേരിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് അതിയായ സന്തോഷമുണ്ടായി. സിനിമാക്കാർ എത്ര താഴാനും മോശമായി പെരുമാറാനും ഇടയുണ്ട് എന്ന് ബോധ്യം വന്ന ആൾ തന്നെയാണ് ബാലചന്ദ്രൻ മേനോൻ. നമ്മൾ പലരും പ്രതീക്ഷിക്കുന്ന പോലെ അല്ല, അവർ കാര്യത്തോടെ എടുക്കുമ്പം എത്ര നിലവാരമില്ലാതെ സംസാരിക്കാനും മോശമായി പെരുമാറാനും കഴിയുമെന്ന് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്ത് നിന്ന് തന്നെ പഠിച്ചിട്ടാണ് സിനിമ ചെയ്യാനായിട്ട്, സിനിമാക്കാരനായിട്ട് വന്നത്. ഒരു ഉദാഹരണം പറയാം. നാനയുടെ മദ്രാസ് ലേഖകനാകാൻ മധുവൈപ്പനിക്ക് പകരക്കാരനായി മേനോൻ ചേട്ടൻ മദ്രാസിലെത്തി. ആദ്യമായിട്ട് ഒരു സെറ്റ് കവർ ചെയ്യാൻ പോവുകയാണ്. അത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഏതോ കഥയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഈ ഫിലിം നൈറ്റിൻ്റെ തിരുവനന്തപുരം ലേഖകനായിട്ട് ഒരു സെറ്റ് കവർ ചെയ്യാൻ പോയി, ന്യൂഡൽഹിയുടെ മെർലാൻഡ് സ്റ്റുഡിയോയ്ക്കകത്ത്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. നമ്മളവിടെ ചെന്നാൽ പ്രൊഡ്യൂസറെയോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ കാണണം, അവരോട് പെർമിഷൻ വാങ്ങണം, അത് കഴിഞ്ഞ് സംവിധായകനെ ചെന്ന് പരിചയപ്പെടണം, അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങണം, ഒന്നും എനിക്കറിയില്ല. എൻ്റെ കൂടെ ഉള്ള സിനിമാഗ്രാഫർ ശ്രീകുമാറിനാണെങ്കിൽ എന്നെക്കാൾ കുഴപ്പം പിടിച്ചാണ്, ഒന്നും അറിയില്ല. ഞങ്ങൾ മെരിലാൻഡിലെ സെറ്റിട്ടിരിക്കുന്ന ഷൂട്ടിംഗ് നടക്കുന്ന കെട്ടിടത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ മമ്മൂക്കയും ത്യാഗരാജൻ എന്നുള്ള തമിഴ് നടനും ഒക്കെ ഉള്ള ഒരു സീനാണ് എടുത്ത് മമ്മൂട്ടിയുടെ കഴിഞ്ഞു. അദ്ദേഹം ആ സമയത്തൊരു 4-5 പടം തുടരെ വീണ് അദ്ദേഹം ഒന്ന് എന്താ പറയുക ഡിമ്മായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം പോകാനായിട്ട് മേക്കപ്പ് തുടച്ചുകൊണ്ട് ജോഷി സാറിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് എൻ്റെ എൻട്രി. ഒരു പരിചയമില്ലെങ്കിലും അദ്ദേഹം ചുമ്മാ ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഇവിടെ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഫിലിം നൈറ്റ് എന്ന് പറഞ്ഞ പ്രദീപ് മേനോൻ്റെ ദൈവാരികയുടെ തിരുവനന്തപുരം ലേഖകനാണ്. ഓഹോ. അപ്പോഴേ നമുക്ക് ഈ കവറിനും അകത്തടിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണമല്ലോ. ആരെങ്കിലും പറയൂ, നിങ്ങൾ ആലോചിച്ചു മേക്കപ്പ് അഴിച്ച് പോവുകയാണ്. അന്നൊന്നും എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പൊട്ട കൂഷ്മാണ്ഡനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലാണെങ്കിൽ ഗെറ്റൗട്ട് അടിച്ചല്ലോ. പക്ഷേ അങ്ങനെ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് എന്നോട് പറഞ്ഞു, ഞാൻ മേക്കപ്പ് അഴിച്ചു പോയി, ഞാനിവിടെ 4 ദിവസം ഉണ്ടല്ലോ, നമുക്ക് അപ്പോഴ് എടുത്താൽ പോരെ എന്നിട്ട്. ഞാൻ മതി. എന്നിട്ട് ഞാൻ കയറി അകത്ത് പോയി. ശ്രീകുമാർ, ത്യാഗരാജൻ്റെയൊക്കെ ഷോട്ട് എടുക്കുന്ന ജോഷി സാറും ഒക്കെ നിൽക്കുന്ന പടം ചക്ക അടിക്കുകയാണ്. പക്ഷേ ജോഷി സാർ ചോദിച്ചില്ല നിങ്ങൾ എവിടെ നിന്നാണെന്ന്. അങ്ങനെ ഒരു സെറ്റിലും പോകാൻ പാടില്ല. അത് പിന്നീടാണ് ഞാൻ പഠിച്ചത്.
ഞാൻ എഴുതാപ്പുറങ്ങൾ സിബി മലയിലിൻ്റെ എഴുതാപ്പുറങ്ങളുടെ സെറ്റിൽ പോയി. സുൽ ഗുരുവായൂരായിരുന്നു ചിത്രഭൂമിയുടെ അന്നത്തെ ഫോട്ടോഗ്രാഫർ. രഞ്ജി പണിക്കറായിരുന്നു അതിൻ്റെ റിപ്പോർട്ടർ. അപ്പോൾ രഞ്ജി പണിക്കരും സുൽ ഗുരുവായൂരും ഞാനും ശിവകുമാറും കൂടെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഇവിടെ ഒരു പ്രശസ്തമായൊരു കെട്ടിടം ഉണ്ടായിരുന്നു തൈക്കാട്, ആ ലൊക്കേഷനിലൊക്കെ പോയത്. അതുപോലെ ഞാൻ കുറേ സെറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനയുടെ മദ്രാസ് ലേഖകനായി ആദ്യമായിട്ട് ഒരു സിനിമ സെറ്റ് കവർ ചെയ്യാൻ പോവുകയാണ് മേനോൻ ചേട്ടൻ. അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് സിനിമാക്കാരുടെ പ്രിയപ്പെട്ട അമ്പലമായ അയ്യപ്പനെ കാണാൻ, മഹാലിംഗപുരത്തെ അയ്യപ്പനെ കാണാനായിട്ട്, പ്രശസ്തമായ അമ്പലമാണ് മഹാലിംഗപുരത്ത്, ബാലചന്ദ്രമേനോൻ പോയി. ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുകയാണ്. കൂടെ നിൽക്കണം, നല്ല കാര്യങ്ങൾ മാത്രമേ എൻ്റെ നാവിൽ തുമ്പിൽ നിന്ന് വരാവൂ, ആർക്കും അപ്രിയമാകുന്ന രീതിയിൽ ഒരു ചിന്താഗതിയും എന്നിൽ നിന്ന് ഉണ്ടാകരുത് എന്നൊക്കെ അയ്യപ്പസ്വാമിയോട് കാര്യമായി പറയാനാണ് മേനോൻ ചേട്ടൻ പോയത്. ഉറപ്പായും മേനോൻ ചേട്ടൻ അയ്യപ്പൻ്റെ മുന്നിൽ നിന്ന് തൊഴുകൈകളോടെ പറഞ്ഞ ഒരു കാര്യവും ഒരാവശ്യവും ശ്രീ അയ്യപ്പൻ കേട്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ചെണ്ടയടിച്ച് ഉച്ചത്തിൽ ചെണ്ടയടിച്ച് മുഴക്കുകയാണ്. അപ്പോൾ ആ ചെണ്ടയുടെ അടിയിലിടയിൽ മേനോൻ ചേട്ടൻ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ച് കാരണങ്ങൾ സഹായിക്കേണ്ട വിഷയങ്ങളൊക്കെ പറഞ്ഞ് അയ്യപ്പൻ ഇവിടെ കേൾക്കാനെന്നേ. പക്ഷേ മേനോൻ ചേട്ടൻ കരുതിയത് ആദ്യമായി മഹാലിംഗപുരം അയ്യപ്പനെ കാണാൻ വരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ആരോ ചെണ്ടയൊക്കെ ഏർപ്പാടാക്കി എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അയ്യപ്പനോട് വിസ്തരിച്ച് തൻ്റെ പ്രോഗ്രാം പറയാൻ പറ്റാതെ ഉച്ചത്തിൽ കൊട്ടുന്നയാളെ മേനോൻ ചേട്ടൻ നോക്കുമ്പോഴാണ് അറിയുന്നത്, മേനോൻ ചേട്ടനായാലും എനിക്കായാലും ദാസേട്ടനേക്കാൾ ഒരു പടി മേളിൽ ആരാധനയോടെ കാണുന്ന ആളാണ് പാട്ടുകാരൻ ജയചന്ദ്രൻ. മേനോൻ ചേട്ടനും ജയചന്ദ്രനുമായിട്ടുള്ള ഒരു ആത്മബന്ധം കാണണം. ജയചന്ദ്രൻ പാടി സൂപ്പർ ഹിറ്റാക്കിയ പാട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മേനോൻ ചേട്ടൻ പാടണം കേൾക്കണം. അപ്പോഴൊക്കെ ഒരു 8-10 വർഷം മുമ്പ് ഞാനത് കാണുമ്പോൾ ഞാൻ അപാര ധൈര്യശാലിയാണല്ലോ മേനോൻ ചേട്ടൻ തോന്നി. കാരണം ഈ രാജീവ് നയനെ നീ ഉറങ്ങുന്നൊക്കെയുള്ള ജയചന്ദ്രൻ പാടിയ മനോഹരമായ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ഇദ്ദേഹം മേനോൻ ചേട്ടൻ പാടുന്നതാണ് കേൾക്കാൻ. അപ്പോൾ ഇദ്ദേഹം ഈ ചെണ്ട കൊട്ടുന്നത് ആരെന്ന് നോക്കിയപ്പോൾ അതിശയപ്പെട്ടു പോയി. കാരണം അദ്ദേഹം ആരാധനയോടെ കാണുന്ന, സ്നേഹത്തോടെ കാണുന്ന ഗായകൻ പി ജയചന്ദ്രനാണ് അയ്യപ്പൻ്റെ മുമ്പ് നിന്ന് ചെണ്ട കൊട്ടുന്നത്. പൂരത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ജയേട്ടൻ ചെണ്ട കൊട്ടിയില്ലെങ്കിലല്ലേ അതിശയപ്പെടാനുള്ളൂ. തൊഴുത് അയ്യപ്പനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടിറങ്ങി ബാലചന്ദ്രമേനോൻ നേരെ പ്രകാശ് സ്റ്റുഡിയോയിലേക്കാണ് പോയത്. ഞാനിവിടെ പുതിയ മദ്രാസ് പ്രതിനിധി പ്രകാശ് സ്റ്റുഡിയോയിലേക്ക് വലത്ത് കാല് വെച്ച് അകത്തേക്ക് കയറി. നാനയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മലയാളിയായ സെക്യൂരിറ്റിക്കാരൻ കടത്തിവിട്ടു. തമിഴന്മാരാണെങ്കിൽ കയറ്റി വിടില്ല. തമിഴന്മാർ നമ്മൾ ഗേറ്റ് കിടന്ന അകത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ടാക്സിയിൽ ചെല്ലണം, അല്ലാതെ അകത്തേക്ക് വിടേയില്ല. ഇനി ആരൊക്കെ അകത്തുണ്ടെന്ന് പറഞ്ഞാലും വിടില്ല. പോയാ 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 എന്ന് പറഞ്ഞു വിട്ടു. ഇതൊരു മലയാളി സെക്യൂരിറ്റി ആയിരുന്നതുകൊണ്ട് മേനോൻ ചേട്ടനെ കയറ്റി വിട്ടു. അയ്യപ്പൻ പ്രാർത്ഥന കേട്ടു എന്നതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് അന്നവിടെ തമിഴിനല്ല പകരം ഒരു മലയാളി സെക്യൂരിറ്റി ആയതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയതെന്ന് മേനോൻ ചേട്ടൻ കരുതി കാണും. ഫ്ലോറിനടുത്തെത്തുമ്പോൾ 3 കസേരകളിൽ 3 ത്രിമൂർത്തികൾ, മലയാള സിനിമയുടെ 3 ത്രിമൂർത്തികൾ ഇരിക്കുകയാണ്. ഒന്ന് സാക്ഷാൽ പ്രേം നസീർ, 2 KP ഉമ്മർ, 3 അടൂർ ഭാസി. മേനോൻ ചേട്ടൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്തു കാരണമെന്നറിയില്ല, ആ സുസ്മേരവദനായി എപ്പോഴും ഇരിക്കുന്ന പ്രേം നസീർ വളരെ അസ്വസ്ഥനാണ്. KP ഉമ്മറാണെങ്കിൽ ഒരു പാതി മയക്കത്തിലാണ്. അടൂർ ഭാസിയാണെങ്കിൽ ഏതാണ്ട് ഒരു 3/4 മയക്കമായി, നല്ല ഗൂർക്കം വലിച്ച് തുടങ്ങി. തന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഭാസിയും ഉമ്മറും ഉറങ്ങുന്നതിൽ നസീർ സാറിന് വിഷമം ഉണ്ടാവും എന്നാണ് മേനോൻ ചേട്ടൻ പഠിച്ചെടുത്തത്. സൂക്ഷ്മ നിരീക്ഷണം നടത്തി മേനോൻ ആ കാഴ്ച കണ്ടു നിന്നു. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയണമല്ലോ, അങ്ങനെ നിന്നു. ഇടയ്ക്ക് പ്രേം നസീർ ഉമ്മറിനെ ഞോണ്ടി, ഉറക്കം തുടങ്ങിയ ഉമ്മറിനെ ഞോണ്ടി വിളിച്ചു, ഉണർത്തി. അസേ, ഇങ്ങനെ ഇരുന്നാൽ എത്ര മണിവരെ പോവും ഈ ഷൂട്ടിങ്? ഉമ്മർ തൻ്റെ കൂർക്കത്തിനൊത്ത് കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊന്ന് ബ്രേക്ക് ഇട്ടു. എന്നിട്ട് ഗിയർ മാറ്റും പോലെ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. അപ്പോൾ നസീർ സാർ വീണ്ടും ശ്രമം തുടരുകയാണ് ഉമ്മറിനെ ഉണർത്താൻ. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വേണമെങ്കിൽ രാവും പകലും ബ്രേക്ക് പറയാതെ ഷൂട്ട് ചെയ്യും. നാളെ വല്ല അസഡിറ്റിയൊക്കെ വന്ന് ആശുപത്രിയിലായി നമ്മളെ നോക്കാൻ ആരെയും കാണില്ല, നടക്കട്ടെ, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒരു ആത്മകഥ പോലെ നസീർ സാർ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ആത്മകഥ ഏറ്റു. അത്
നമുക്ക് അസിഡിറ്റിയൊക്കെ വന്ന് ആശുപത്രിയിലായാലും ഒരു കുഞ്ഞനും തിരിഞ്ഞു നോക്കാൻ കാണില്ല. നടക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെയൊക്കെ നടന്മാരുടെ ഗതികേടാണ് എന്നുള്ള രീതിയിൽ ആത്മകഥ പോലെ നസീർ സാർ പറഞ്ഞപ്പോൾ ഉമ്മർ സാർ ഉണർന്നു. ഉമ്മർ സാർ ഉണർന്ന് ശബ്ദിക്കാൻ തുടങ്ങുമ്പോൾ പറയുക അടർവാസി ഉണർന്നു. ആ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് എന്താ പറയുക ഉമ്മർ സാർ പറഞ്ഞു. ആ പറഞ്ഞത് മിസ്റ്റർ പ്രേം നസീർ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ഉമ്മറിന് തോന്നി. മണി എത്രയായി എന്ന് ചോദിച്ചു. 1:30 മണി ആയോ എന്ന് ചോദിച്ചു. ആയി. മനുഷ്യർക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്നായി ഉമ്മർ. ബ്രേക്കില്ലാതെ എടുക്കുകയാണോ? പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രേക്ക് ചെയ്യാൻ പറയൂ. ആരുടെ പറയേ? രംഗം ഒന്ന് ലൈവായി. ബ്രേക്ക് ചെയ്യാൻ പറയുമെന്ന് അടർവാസിയോട് പറഞ്ഞാൽ ബാസിച്ചേട്ടൻ പോയി പറയൂ ബ്രേക്ക് ചെയ്യാൻ KP ഉമ്മർ പറയണമെന്ന്. നസീർ സാർ എന്ന് പറയുമോ? അല്ല, KP ഉമ്മർ പറയണം ബ്രേക്ക് ചെയ്യാൻ എന്ന് പറയില്ലല്ലോ. ബ്രേക്ക് ചെയ്യാൻ പറയൂ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോൾ ഒന്ന് ലൈവായി വന്നു കാര്യങ്ങൾ. അവിടേക്ക് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ ഇൻചാർജുള്ള ഒരാൾ ഓടി അടുത്തേക്ക് വന്നു. അയ്യോ സാർ, എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്താ കാര്യമെന്നോ? നിങ്ങൾക്ക് നിങ്ങളുടെ പടം തീർത്താൽ മതി. നമുക്കൊക്കെ പല അസുഖങ്ങളും ഉള്ളതാണ്. സമയത്ത് ഗുളിക കഴിക്കണം, വിശ്രമം വേണം. ബ്രേക്ക് ചെയ്യും. മണി 1:30 ആയത് അറിഞ്ഞില്ലേ? അപ്പോൾ 1:30 മണി കഴിഞ്ഞും ഷൂട്ടിംഗ് തുടരുകയാണ്. ഭക്ഷണം കഴിക്കണം. സാറ് ശരിക്കും ഉമ്മർ സാർ അങ്ങ് ആക്റ്റീവായി. അപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒന്ന് വല്ലാതായി. അയാൾ പറഞ്ഞു, സാർ അതല്ല സാർ, അതിപ്പോൾ 3 മണിയാവുമ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സെറ്റ് പൊളിക്കണം. കാരണം സെറ്റ് വേറൊരു തമിഴ് പടത്തിൻ്റെയോ തെലുങ്ക് പടത്തിൻ്റെയോ എന്തോ സെറ്റാണ്. അവിടെയാണ് മലയാളം പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ 3 മണിക്ക് പൊളിക്കാൻ പറ്റും. അതിനു മുമ്പ് ആ സീൻ തീർക്കണം. അതിനു മുമ്പ് തീർത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ ഈ സെറ്റ് വീണ്ടും ഇടേണ്ടി വരും. ഇടണം എന്നായി ഉമ്മർ സാർ. അത് പ്രൊഡ്യൂസേഴ്സിനോട് പറയണം. ഞങ്ങളറിയേണ്ട ആവശ്യം എന്താ? ഞങ്ങളുടെ ആരോഗ്യം കളയേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. ന്യായമായ ചോദ്യമാണ് ഉമ്മർ സാർ ചോദിക്കുന്നത്. ഇപ്പോൾ അടർവാസിയും കൂടെ അതിൽ കക്ഷി ചേർന്നു. ശരിയാന്ന് പറഞ്ഞ് കക്ഷി ചേർന്നു. പക്ഷേ മേനോൻ ചേട്ടൻ നോക്കുമ്പോൾ കാണുന്ന രംഗം, ഉറങ്ങിയിരുന്ന ഉമ്മറിനെയും അടർവാസിയെയും വിളിച്ചുണർത്തി 1:30 മണിയായിട്ടും ആഹാരം തരാതെ ഈ ഷൂട്ടിംഗ് ഇങ്ങനെ നീണ്ടുപോയാൽ എന്താവും എന്നൊക്കെ ചോദിച്ചാൽ നസീർ സാർ 100% നിശബ്ദനാണ്. കാര്യങ്ങൾ മുഴുവൻ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് KP ഉമ്മറും അടർവാസിയും കൂടെ ലൈവാവുന്നു. പക്ഷേ നസീർ സാർ നിശബ്ദത പാലിച്ച് മിണ്ടാതിരിക്കുകയാണ്. ഉമ്മറിൻ്റെയും ഫാസിയുടെയും രാസപരിണാമങ്ങൾ കണ്ണുകൾ കൊണ്ട് നസീർ സാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മേനോൻ ചേട്ടന് മനസ്സിലായി. ആൾ ജപ്പാനാണല്ലോ എന്നുള്ള രീതിയിൽ നസീർ സാറിനെ ഈ പറഞ്ഞ 3 പേരെയും മാറി മാറി നോക്കി മേനോൻ ചേട്ടൻ നിന്നു. അപ്പോൾ മേനോൻ ചേട്ടനെ ഇവർക്കാർക്കും അറിയില്ല, കന്യയ്യപ്പനല്ലേ. മേനോൻ പറയുന്നത് പടക്കത്തിന് തിരി കൊളുത്തിയിട്ട് ഒന്നും അറിയാത്ത മട്ടിലാണ് നസീർ സാറിൻ്റെ ഇരിപ്പ്. എല്ലാം കയറ്റി കൊടുത്തിട്ട് ഫീഡ് ചെയ്തിട്ട് സാർ വിടാതിരിക്കുക. ഇന്ന് ഷൂട്ടിംഗ് അവസാനിപ്പിക്കാം എന്നായി KP ഉമ്മർ. ആരെങ്കിലും വിളിച്ച് പറയൂ, ഇന്നത്തെ ഷൂട്ടിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഉച്ചയ്ക്ക് 1 മണിയായിട്ടും ബ്രേക്ക് പറയാതെ 1:30 കഴിഞ്ഞിട്ടും ഷൂട്ടിങ്ങോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. കേരളത്തിൽ അടുത്ത സെൻറ്റൻസാണ് കറക്റ്റ്, രസകരം. ഇന്ന് ഷൂട്ടിംഗ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, കേരളത്തിൽ ആരും തിയേറ്ററിന് മുമ്പിൽ ഇപ്പോഴേ കാത്തു നിൽക്കുന്നില്ലല്ലോ ഈ പടം കാണാനായിട്ട്. അത്ര ധൃതി വെച്ചൊന്നും എടുക്കേണ്ടെന്നാണ് ഉമ്മർ സാർ പറയുന്നത്. ഇതിനിടയിൽ അടർവാസി തലയിലിരുന്ന വിഗൂരി അടുത്ത കസേരയിൽ വെച്ചു. തീർന്നു. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻചാർജ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒന്നും ആയിരിക്കില്ല, വല്ല മാനേജരായിരിക്കും. സാർ അങ്ങനെ പറയല്ലേ സാർ. പ്രൊഡക്ഷൻ മാനേജർ ശരിക്കും പറഞ്ഞാൽ ഉമ്മർ സാറിൻ്റെ കാല് കയറി പിടിച്ചു. ആ ഒരു അവസ്ഥയിലാണ്. സാർ, പ്രൊഡ്യൂസേഴ്സ് ആരും ഇവിടെ ഇല്ല, നാളെയേ വരുള്ളൂ. എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. 3 മണിക്ക് മുമ്പ് ഇത് തീർന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടം വരും സാർ. അയാൾ നിന്ന പാടെ നസീർ സാറിൻ്റെ കാൽക്കൽ വീണു. സാർ, സാറിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. 3 മണിക്ക് മുമ്പ് ഇവിടെ തീർത്തില്ലെങ്കിൽ എന്നെ അവർ പറഞ്ഞു വിടും സാർ. പ്രൊഡക്ഷൻ മാനേജർ കാലെ പിടിച്ച് നസീർ സാറിനോട് പറയുകയാണ്, 3 മണിക്ക് മുമ്പ് തീർത്തില്ല എങ്കിൽ എൻ്റെ കഴിവുകേടാണെന്ന് പറഞ്ഞ് എന്നെ പിരിച്ചുവിടും സാർ. എൻ്റെ കുടുംബം പട്ടിണിയിലാവും. സാർ, നിങ്ങൾ 3 പേര് സഹകരിച്ചാൽ 3 മണി ആകുമ്പോഴേക്കും ഇവിടെ സീൻ തീരും. ഭക്ഷണമൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്യാം. അയാൾ, ആ പ്രൊഡക്ഷൻ മാനേജർ ഇൻചാർജ് വിതുമ്പി കരയാൻ തുടങ്ങി. കാരണം അയാളുടെ നിലനിൽപ്പ് നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി. അങ്ങനെ അയാൾ ഒന്ന് വിതുമ്പാൻ തുടങ്ങിയപ്പോൾ അന്തരീക്ഷം ഒന്ന് തണുത്തു, ഒന്ന് ശാന്തമായി. ഉമ്മറിനെയും ഫാസിയെയും
നസീർ സാർ മാറി മാറി നോക്കി. ആ നോട്ടത്തിൽ ഈ പാവത്തിനെ എന്തിനാടാ കരയിക്കുന്നതെന്ന കുറ്റബോധം ഉമ്മറിൻ്റെയും ഫാസിയുടെയും മനസ്സിലേക്ക് നസീർ സാർ ഇഞ്ചക്റ്റ് ചെയ്യായിരുന്നു. മനസ്സിലായില്ലേ? ബുദ്ധിമാനാണ്. ഓ, കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ എന്താ ചെയ്യുക മിസ്റ്റർ ഉമ്മർ എന്നായി നസീർ സാർ ഉമ്മറിനോടാണ് ചോദിക്കുന്നത്. ഓ, കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ എന്താ ചെയ്യുക മിസ്റ്റർ ഉമ്മർ? വാദി പ്രതിയായി എന്ന് പറയണ്ടല്ലോ. ആ അർത്ഥത്തിൽ ഉമ്മർ നസീറിനെ ഇരുത്തിയൊന്ന് നോക്കി. ഇയാൾ എന്താ പറയണത്? കാരണം ഇയാൾ ഉറങ്ങിയിരുന്ന് എന്നെ വിളിച്ചുണർത്തി എന്നെ കൊണ്ട് ഇതെല്ലാം പറയിച്ചിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ എന്താ ചെയ്യുക ഉമ്മറെന്ന്. അപ്പോൾ അസേ, എന്നാൽ പിന്നെ അങ്ങ് തീർത്തു കൊടുത്താലോ എന്നായി നസീർ സാർ. നസീർ സാർ എല്ലാവരും അസേന്നേ വിളിക്കും. അസേ, എന്നാൽ പിന്നെ അങ്ങ് തീർത്തു കൊടുക്കുന്നതല്ലേ നല്ലത്. പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രയാസം നമുക്കല്ലാതെ മറ്റാർക്കാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നും കൂടെ അഡീഷണലായിട്ട് ചോദിച്ചു. കരച്ചിൽ വന്ന പ്രൊഡക്ഷൻ ചീഫ് 1000 സൂര്യൻ ഉദിച്ചതുപോലെ സന്തോഷവാനായി. കാരണം നസീർ സാർ ഇടപെട്ടല്ലോ. നസീർ സാർ പറഞ്ഞാൽ ഉമ്മറോ അടർബാസി പിണങ്ങോ? പറ്റില്ല എന്ന് പറയോ? ഇല്ലല്ലോ, നായകനല്ലേ. ഒന്ന് പറയണം സാർ എന്ന് വീണ്ടും പ്രൊഡക്ഷൻ മാനേജർ നസീർ സാറിനോട് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ ഫാസി എന്നായി നസീർ സാർ. ഉമ്മറിനെ വിട്ടിട്ട് അടർബാസിയോട് ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ മിസ്റ്റർ ഫാസി എന്ന് ചോദിച്ചു. നായകനായ പ്രേം നസീർ ഇങ്ങനെ പറയുമ്പോൾ അടർബാസി എന്തു പറയാൻ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്ത് ഫലം? നായകനല്ലേ പറയുന്നത്, നമുക്കത് തീർക്കാമെന്ന്. ഇവിടെ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ കന്നിക്കാരനായ പത്രപ്രവർത്തകൻ്റെ മനസ്സിൽ ഒരു രഹസ്യം പിടികിട്ടി. ഏറ്റവും കൂടുതൽ സിനിമകളിൽ പ്രേം നസീർ അഭിനയിക്കുന്നതിൻ്റെ ഗുട്ടൻസ് ഇതാണ് എന്ന് ആദ്യത്തെ സെറ്റ് കവർ ചെയ്യാൻ പോയിടത്ത് തന്നെ മേനോൻ ചേട്ടന് മനസ്സിലായി. സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ നിന്നാൽ മാത്രമേ പറ്റൂ എന്നുള്ള ഒരു ബാലപാഠം അണ്ടർലൈനിട്ട് മേനോൻ പഠിച്ചു. പക്ഷേ അങ്ങനെ നിൽക്കാൻ ബാലചന്ദ്ര മേനോൻ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. അന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നടന്നപ്പോൾ തോന്നി ഈ തിരക്കിനിടയിൽ നമുക്ക് നിൽക്കണ്ട, പോയിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് ബാലചന്ദ്ര മേനോൻ പോയി. കുറച്ച് കഴിഞ്ഞൊരു 3-4 മണിയാകുമ്പോൾ വരാം എന്ന് പറഞ്ഞ് പോയി. അദ്ദേഹം ഈ സെറ്റിലെ ഫുഡ് അടിച്ച് അവിടെ കറങ്ങി നടന്ന് പരദൂഷണം പറഞ്ഞ് ചങ്ങാത്തം കൂടിയൊന്നും ഇരിക്കുന്ന പ്രകൃതക്കാരനല്ലല്ലോ. അദ്ദേഹം പോയി. തിരിച്ച് അദ്ദേഹം വീണ്ടും വന്നു. അപ്പോൾ ആ കാലത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനയും ഉമ്മറുമായിട്ട് നല്ല ബന്ധത്തിലല്ല. ഉമ്മറിനെതിരെ ഇദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ മധു സാറ് ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഉമ്മറിനിട്ട് പണിഞ്ഞിട്ടുണ്ട്. ആ ചുരുക്ക് നാനയോട് ഉമ്മറിനുണ്ട്. നാനയെ സെറ്റുകളിൽ വിലക്കണം എന്ന് ചലച്ചിത്ര പരിഷത്ത് തീരുമാനമെടുക്കുമ്പോൾ, മലയാള ചലച്ചിത്ര പരിഷത്ത് അന്ന് വലിയ സംഘടനയാണ് മദ്രാസിൽ, അവരൊരു തീരുമാനമെടുത്തു, നാനയെ ഇനി ഒരു സെറ്റിലും കയറ്റണ്ടായിരുന്നു. അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ പ്രേം നസീർ, ഉമ്മർ, ശങ്കരാടി, തോപ്പിൽ ഫാസി തുടങ്ങിയവർ അതിനെ പിന്താങ്ങി. സെറ്റിൽ നാനയെ കയറ്റണ്ടായിരുന്നു. പി ഭാസ്കരൻ, കെ എസ് സേതുമാധവൻ, എം ഒ ജോസഫ്, കെ എസ് ആർ മൂർത്തി മുതലായവർ നിശബ്ദരായി. കയറ്റുകയോ കയറ്റാതിരിക്കുകയോ അത് നിങ്ങൾ തീരുമാനിച്ചോ എന്നുള്ളതിൽ ബുദ്ധിപൂർവ്വം നിലപാടെടുത്തു. പക്ഷേ നസീർ സാറിൻ്റെയും സത്യമാഷിൻ്റെയൊക്കെ നായികയായിരുന്ന ഷീലാമ്മയും കബീർ പൊന്നമ്മയും പി എ ബക്കറും അടക്കമുള്ളവർ ഈ ചലച്ചിത്ര പരിഷത്തിൻ്റെ ആ പ്രമേയത്തെ പരസ്യമായി എതിർത്തു. അങ്ങനെ ഒരു എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് എഴുതി എന്ന് പറഞ്ഞ് അവരെ സെറ്റിക്കയറ്റാതിരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് ഷീലയും കബീർ പൊന്നമ്മയും പി എ ബക്കറും എടുത്തു. ഈ അന്തരീക്ഷത്തിലേക്കാണ് ബാലചന്ദ്ര മേനോൻ മദ്രാസ് ലേഖകനായി പ്രേം നസീറിൻ്റെയും ഉമ്മറിൻ്റെയും മുന്നിലേക്ക് ചെല്ലുന്നത്. രാവിലെ ചെല്ലുന്ന പോലെയല്ല വൈകിട്ട് ചെന്നപ്പോൾ. രാവിലെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ നസീർ സാർ അസ്വസ്ഥനായൊക്കെ ഇരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. വൈകുന്നേരം ചെല്ലുമ്പോൾ നല്ല ആൾക്കൂട്ടമുണ്ട് സെറ്റിൻ്റെ ഫ്ലോറിൻ്റെ വെളിയിൽ. അവർക്കിടയിലേക്ക് അപരിചിതനായ ബാലചന്ദ്ര മേനോൻ്റെ എൻട്രി. ആ ആൾക്കൂട്ടത്തിലേക്ക് മേനോൻ നടന്നു ചെന്നു. മേനോൻ നടന്നു ചെല്ലുന്ന കണ്ടപ്പോൾ ആ ആൾക്കൂട്ടത്തിലിരുന്ന ആരോ ഒരാൾ ആ വരുന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കെ പി ഉമ്മറിനോട് പറഞ്ഞു കൊടുത്തു, ആ വരുന്നവനാണ് നാനയുടെ പുതിയ ലേഖകൻ, നാനയുടെ പുതിയ മദ്രാസ് പ്രതിനിധി. മറ്റവനേക്കാൾ അപകടകാരിയാകാം യവൻ എന്നാകും ഈ നുണ പറഞ്ഞു കൊടുത്തവൻ ഉമ്മറിനോട് ഫീഡ് ചെയ്തത്. കാരണം ഇവൻ്റെ വരവും പോക്കൊക്കെ കാണുമ്പോൾ മധുവയ്പ്പനേക്കാളും പോയിസനാണെന്ന് തോന്നുന്നു ഈ വരുന്ന ഞാഞ്ഞുലിനെ പോലെ മെലിഞ്ഞിരിക്കുന്ന മേനോനെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ നാനയുമായിട്ട് ഉമ്മറിന് ഉടക്കമുള്ളത് കൊണ്ട് സ്ക്രൂ കയറ്റി കൊടുത്തു. നടന്ന് ഉമ്മറിനടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ
ഉമ്മറിൻ്റെ ഗർജനം പോലുള്ള ഒരു ഡയലോഗ് വന്നു. മിസ്റ്റർ ബാലചന്ദ്ര മേനോനല്ലേ എന്ന് ചോദിച്ചു. യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാനൊക്കെ ആയിരുന്നിട്ടാണ് ഈ ലേഖകനാവാൻ മദ്രാസിൽ ചെന്നത്. മേനോൻ വളരെ കാര്യമായിട്ട് പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. മിസ്റ്റർ മേനോൻ, ദയനീയമാണല്ലോ നിങ്ങളുടെ സ്ഥിതി. മേനോൻ ചോദിച്ചു, എന്തു പറ്റി? അല്ല, നിങ്ങൾ വിയർത്ത് കുളിച്ചിരിക്കുന്നു. നിങ്ങളുടെ യൗവനം നിങ്ങൾ തന്നെ ഇങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങളുടെ മുതലാളി ആ റെഡ്ഡിയാരുടെ അടുത്ത് നിങ്ങൾക്കൊരു സൈക്കിൾ വാങ്ങിത്തരാൻ ഞാൻ പറയാം. ഒരു ആക്കാക്കിയതാണ് ഉമ്മർ സാർ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ജ്ഞാനയുടെ പ്രതിനിധിയല്ലേ. എന്തോ തമാശ കേട്ട പോലെ ചുറ്റിനും ചിരി പടർന്നു. ആ ചിരിയിൽ പ്രേം നസീറും ഉണ്ടായിരുന്നു. അത് മേനോൻ ശ്രദ്ധിച്ചു. ഉമ്മർ അടിക്കുന്ന ഈ ഒരു ആക്കിയ വർത്താനം കേട്ട് നസീർ സാറും ചിരിച്ചു. മേനോൻ്റെ മനസ്സിൽ പഴയ SFI ഉണർന്നു. ഇൻക്ലാബ് സിന്ദാബാദ് മുഴങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി. ചതുരവടിയിൽ തന്നെ മേനോൻ തുടങ്ങി. മിസ്റ്റർ ഉമ്മർ, ഞാൻ കോടമ്പക്കത്ത് കൂടി നടന്നതുകൊണ്ടോ അല്പം വേർത്തതുകൊണ്ടോ മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല. എന്തെന്നാൽ ഞാൻ തലയ്ക്കകത്തുള്ള സാധനം കൊണ്ടാണ് ഈ പത്രപ്രവർത്തനം നടത്തുന്നത്, പേന കൊണ്ട് എഴുതുന്നത്. നിങ്ങളുടെ മുഖം സൂക്ഷിക്കണം, വിയർക്കാതെയും ചുളിവ് വരാതെയും സൂക്ഷിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ മുഖം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഉപജീവനം നടത്തുന്നത്. ആളുകൾ പറയും, ആദ്യമായിട്ട് ചെന്ന സെറ്റിലാണ്, നിങ്ങളുടെ മോന്തയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ, വെയിലൊന്നും കൊള്ളല്, കരിവാളിക്കരുത്, എങ്കിൽ പിന്നെ നിങ്ങളെ വീട്ടിൽ കട്ടയും പണം മുടക്കി വീട്ടിൽ ഇരിക്കാനല്ലേ പറ്റൂ എന്നാണല്ലോ എൻ്റെ അർത്ഥം. എന്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ഉമ്മർ ചീറ്റ പുലിയെ പോലെ ചാടി എണീറ്റു. സീനാകെ ചളവളമായി. അന്നാണെങ്കിൽ ഉമ്മറിനെയും ബാലചന്ദ്ര മേനോനെയും കമ്പയർ ചെയ്താൽ ആനയും എലിയും ഏറ്റുമുട്ടുന്നത് പോലെ തോന്നുന്നു. കാരണം മെലിഞ്ഞ ചെറുപ്പക്കാരനാണ് മേനോൻ ചേട്ടൻ. മേനോൻ്റെ പഴയ രൂപം, പഴയ ഫോട്ടോകൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ പ്രേം നസീർ ഇടപെട്ടു. ഇരിക്കൂ മിസ്റ്റർ ഉമ്മർ, ഇരിക്കൂ എന്ന് പറഞ്ഞ് ഉമ്മറിനെ ശാന്തനാക്കി. അല്ല, എന്ത് ധിക്കാരമാണ് ഇയാൾ പറയുന്നത്, എന്ത് ധിക്കാരമാണ് ഈ പറയുന്നത് എന്നായി KP ഉമ്മർ. നാനയൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. മേനോൻ ചേട്ടൻ വളരെ കൂളായിട്ട് പറഞ്ഞു, നാന പ്രശ്നമല്ലായിരിക്കാം, പക്ഷേ ഞാൻ പ്രശ്നമായിരിക്കും നിങ്ങൾക്ക്. എൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇന്ന് മുതൽ എൻ്റെ പേന ചലിക്കുന്നത് തനിക്കെതിരെ ആയിരിക്കുമെന്നാണല്ലോ എൻ്റെ അർത്ഥം. നാന പ്രശ്നമല്ലായിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. മേനോൻ്റെ കൺട്രോൾ പോയി. കന്നി അയ്യപ്പനല്ലേ ആദ്യമായിട്ട് ചെന്ന സെറ്റ് കവറേജ് തന്നെ കുളമായില്ലേ. ഇപ്പം ആദ്യത്തെ സിനിമാ ലേഖന മത്സരത്തിൽ സ്വർണ്ണ മെഡൽ വാങ്ങാൻ ചെന്നിരുന്ന എന്നോട് മമ്മൂക്ക ആ സ്റ്റേജിൽ വെച്ച് ഉടക്കിയപ്പോൾ എൻ്റെ സർവ്വനാടിയും തളർന്നു പോയില്ലേ. ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടുന്ന സ്വർണ്ണ മെഡൽ വാങ്ങാൻ ചെന്നിരിക്കുന്ന സദസ്സിൽ, ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ എന്താ പറയുക, അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് പെട്ടെന്ന് മമ്മൂട്ടി ചൂടായപ്പോൾ ഞാൻ തകർന്നു പോയി. അതിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ആദ്യത്തെ മനസ്സിലെ സ്വപ്നം താലോലിച്ചുകൊണ്ട് കിടന്ന ഒരു അവാർഡ് വാങ്ങാൻ ചെന്നിരിക്കുന്ന കേന്ദ്രമന്ത്രി കൃഷ്ണകുമാർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മമ്മൂക്ക ഷൗട്ട് ചെയ്ത് സംസാരിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ വെറുതെയാണ് അദ്ദേഹം അന്ന് വഴക്കിട്ടതെന്ന് ഞാൻ പറയാം. അല്ല, ആ വിഷയം നമുക്ക് ഇവിടെ വിടാം. അപ്പോൾ എനിക്ക് ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ വേദിയിലുണ്ടായതുപോലെ തന്നെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നത് പോലെ ബാലചന്ദ്ര മേനോന് തോന്നി. ആരൊക്കെ ചേർന്ന് മേനോനെ പിടിച്ച് വണ്ടിയിൽ ഒരു വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ആ വണ്ടിയിലേക്ക് നിർബന്ധിച്ച് കയറ്റി. പൊന്നു സാറേ, ഞങ്ങളുടെ ഈ ഷൂട്ടിംഗ് മുടക്കല്ലേ, രാവിലെ മുതൽ ഇവിടെ ഉടക്കാണ്. എല്ലാം ശാന്തമായി വന്നപ്പോൾ നിങ്ങൾ വന്ന് അതായത് ചളമാക്കി എന്ന് പറയാൻ പോയതും മേനോൻ ചേട്ടൻ അർത്ഥശങ്കയ്ക്കിടയിൽ അത് പറഞ്ഞു, എന്നെ നിങ്ങളുടെ പ്രൊഡ്യൂസർ സുബൈർ വിളിച്ചിട്ടാണ് വന്നത്, അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്നവനൊന്നുമല്ല. ആയിരിക്കാം, അത് വിട്ടുകളയും സാറേ. ഈ കാറിൽ തന്നെ സാറിനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ കാർ കയറ്റി ഫ്ലോറിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. കവർ ചെയ്യാനൊന്നും പറ്റിയില്ല, ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അവിടെ ആ രംഗം അവസാനിച്ചു. ആദ്യമായി ഒരു സെറ്റ് കവർ ചെയ്യാൻ പോയത് ചളകുളമായി. മഹാലിംഗപുരത്തെ അയ്യപ്പൻ കടാക്ഷിച്ചില്ല എന്നുള്ളതാണ്. മഹാബലിപുരത്തെ അയ്യപ്പൻ കടാക്ഷിച്ചില്ല. മദ്രാസിലാണെങ്കിൽ ബാലചന്ദ്ര മേനോൻ ഒരു പുതുമുഖമാണല്ലോ. KP ഉമ്മർ ആണെങ്കിൽ വർഷങ്ങളായി മദ്രാസിൽ താമസിക്കുന്നു, പ്രശസ്തനായ നടനാണ്, സമ്പന്നനാണ്, ഒരുപാട് സുഹൃത്തുക്കളും ആൾബലവും അദ്ദേഹത്തിനുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. KP ഉമ്മറിനോട് തർക്കുത്തരം പറയണമായിരുന്നു എന്ന് മേനോൻ ആലോചിച്ചു. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നടന്നു വേർക്കണ്ട, മുതലാളിയോട് ഒരു സൈക്കിൾ വാങ്ങിത്തരാൻ ശുപാർശ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ മിണ്ടാതെ വന്നാൽ പിന്നെ
ഞാൻ ബാലചന്ദ്ര മേനോനാകുമോ എന്ന് അദ്ദേഹം ചിന്തിച്ച് കാണും. ഞാനൊരു ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിയെന്ന് തോന്നിയത് പറയും, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ചൂടായത്. പലവിധ ചിന്തകളുമായി അദ്ദേഹം താമസ സ്ഥലത്തെത്തി. കൂടെ താമസിക്കുന്നത് ഒരു സുഹൃത്ത്, ജർമ്മൻ എന്നാണ് പേര്, നല്ല വ്യത്യസ്തമായൊരു പേരാണ്. കൂടെ താമസിക്കുന്ന ആളിൻ്റെ പേര് ജർമ്മൻ എന്നാണ്. വേറൊരു സുഹൃത്തായ രഘുരാജ് എന്ന് പറഞ്ഞ ആളും അവിടെ ഇരിപ്പുണ്ട്. സംഭവിച്ച വിവരങ്ങൾ, കാര്യങ്ങളെല്ലാം സവിസ്തരം ഇരുവരോടും പറഞ്ഞു. അപ്പോൾ മേനോനെ, ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ആംഗിളിൽ മാത്രം ഒരു കാര്യവും ചിന്തിക്കരുത്. എതിരാളിയെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പത്രപ്രവർത്തകന് ഒരു നയവും ചാതുര്യവും ഒക്കെ വേണം. ആരെയും വെറുപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പത്രപ്രവർത്തനത്തിൽ ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഇന്നത്തെ ശത്രു, നാളത്തെ മിത്രം. അപ്പോൾ അവിടെ ജർമ്മൻ്റെ കൂടെ ഇരുന്ന രഘുരാജാണ് അങ്ങനെ പറഞ്ഞത്. എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി എന്നായി മേനോൻ. ഇങ്ങോട്ട് കയറി ഒരു പരിചയവുമില്ലാത്ത ആളിനോട് പരസ്യമായിട്ട് സൈക്കിൾ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ പിച്ചക്കാരാണോ? അതാണ് മേനോൻ ചേട്ടനെ ദേഷ്യം വരുത്തിച്ചത്. അതോ അത്ര ഗതിയില്ലാത്തവനാണോ ഞാൻ? ഇതാണ് ബാലചന്ദ്ര മേനോൻ്റെ ന്യായീകരണം. 100% ശരി ബാലചന്ദ്ര മേനോൻ്റെ പക്ഷത്താണല്ലോ. അതിലൊന്നും രഘുരാജിനും ജർമ്മനും ഒന്നും തർക്കമില്ല. പക്ഷേ രഘുരാജിൻ്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞു, ഇവരെയൊക്കെ വെറുപ്പിച്ച് നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാനോ പണിയെടുക്കാനോ പറ്റില്ല മേനോൻ. മേനോൻ്റെ മുൻഗാമിയെ ഇവരൊക്കെ കൂടി വിരട്ടി ഓടിച്ചത് മേനോൻ ഓർത്താൽ മതി. മധുവയ്പ്പനെ ഗുണ്ടകളെ കൊണ്ടുവന്നില്ല ഒരു നിർമ്മാതാവ് ഇടിച്ച് മൂക്കും വായും എല്ലാം കൂടി ഇടിച്ച് പറപ്പിച്ചളഞ്ഞ്. ആ രാത്രി ശരിക്കും മേനോൻ അസ്വസ്ഥനായിരുന്നു. ഒരു സംവിധായകനാവുക എന്ന ലക്ഷ്യത്തോടെ അതിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ട സിനിമാ പത്രപ്രവർത്തന മേഖല തുടക്കത്തിൽ തന്നെ ചളകുളമായെന്നോ കല്ലുകടിയായെന്നോ വേണമെങ്കിൽ പറയാം. നമ്മുടെ അന്തസ്സിനെ ഇകഴ്ത്താനുള്ള ശ്രമം എവിടെ നിന്നുണ്ടായാലും അറിയാതെ അതിനെ ചെറുത്തു പോകുന്ന പ്രകൃതമാണ് മേനോൻ്റെത്. നാം വളർന്നു വന്ന സാഹചര്യത്തിലാണല്ലോ നമ്മുടെ സ്വഭാവം രൂപീകരണം ആകുന്നത്. പുതിയ ആളായതിനാൽ സ്വാധീനം ഒട്ടുമില്ലാത്ത സിനിമാ നഗരം, പുതിയ ആളാണ്, ഒട്ടും സ്വാധീനമില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പരിചയക്കാരധികമൊന്നുമില്ലാത്ത സിനിമാ നഗരം. ജീവിതം കോടമ്പക്കത്ത് തീരാനുള്ളതല്ല എന്ന് നല്ല ബോധ്യമുണ്ട് മേനോന്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ശരി, KP ഉമ്മറിനൊരു പണി കൊടുക്കണമെന്ന് മനസ്സിൽ കലശലായ മോഹം ഉണർന്നു ആക്ക് ബാലചന്ദ്ര മേനോൻ. ഒരു പണി ഞാൻ അയാൾക്ക് കൊടുക്കും, കാരണം എന്നെ ഇങ്ങനെ ആളുകളുടെ മുമ്പിലല്ലേ ഇൻസൾട്ട് ചെയ്തത് എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്ന ആളായിരുന്നല്ലോ ബാലചന്ദ്ര മേനോൻ. അതിൻ്റെയൊക്കെ പ്രതിഫലനമാകാം അന്ന് രാത്രി മേനോൻ്റെ മനസ്സ് തണുത്തതേയില്ല. കോടമ്പക്കത്ത് KP ഉമ്മർ കണ്ട സിനിമാ പ്രവർത്തകനല്ല ബാലചന്ദ്ര മേനോൻ എന്ന് തെളിയിച്ചു കൊടുക്കണം ഉമ്മറിന് എന്നൊരു വലിയ മോഹം ആ രാത്രി മേനോൻ്റെ മനസ്സിൽ കുടികൊണ്ടു. എപ്പോഴോ മഞ്ചേരി ചന്ദ്രൻ എന്ന സുഹൃത്ത് മേനോൻ ഉമ്മറുമായി ഇങ്ങനൊരു മനപ്രയാസം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് എവിടെയോ വെച്ച് മഞ്ചേരി ചന്ദ്രന് മനസ്സിലായി. മഞ്ചേരി ചന്ദ്രനെ ഇത് കാണുന്ന, പ്രോഗ്രാം കാണുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ശശികുമാർ സാറിൻ്റെയൊക്കെ പടങ്ങളിൽ സ്ഥിരമുണ്ടായിരുന്ന കട്ടിയുള്ള മീശയൊക്കെ വെച്ച വില്ലൻ വേഷങ്ങളും പോലീസ് SI ആയിട്ടൊക്കെ സ്ഥിരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ആളാണ് മഞ്ചേരി ചന്ദ്രൻ. പിന്നെ അദ്ദേഹം നിർമ്മാതാവുമായാണ് രംഗം ഒഴിഞ്ഞത്. അപ്പോൾ മഞ്ചേരി ചന്ദ്രൻ ബാലചന്ദ്ര മേനോന് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തും ഗാനരചയിതാവും ഒക്കെ ആയ ഡോക്ടർ ബാലകൃഷ്ണനുമായി ഉമ്മുക്ക ഉടക്കിലാണ്. എന്തോ പ്രശ്നത്തിൽ അവർ തമ്മിൽ ഉടക്കി നിൽക്കുന്ന സമയമാണ്. ഇങ്ങനെ എല്ലായിടത്തും ഉടക്കിടും ആര്? ഉമ്മുക്ക. ഇപ്പോൾ മേനോൻജി ഡോക്ടറെ കണ്ടാൽ, ഡോക്ടർ ബാലകൃഷ്ണനെ കണ്ടാൽ അദ്ദേഹം എന്തും പറയുന്ന ഒരവസ്ഥയിലാണ് എന്ന് മഞ്ചേരി ചന്ദ്രൻ പറഞ്ഞു കൊടുത്തു. ഉമ്മുക്കയ്ക്കെതിരെ ഡോക്ടറെ നമുക്കൊരു വക്താവാക്കാം എന്ന് മഞ്ചേരി ചന്ദ്രൻ പറഞ്ഞപ്പോൾ അത് കൊള്ളാമല്ലോ എന്ന് മേനോനും തോന്നി. എന്തു പറയുന്നു? ഞാൻ റെഡി, എത്രയും പെട്ടെന്ന് വേണമെന്നായി മേനോൻ. ഉരുളയ്ക്ക് ഉപ്പേരിയായി മറുപടി പറയണം. ജേർണലിസം 1ാം റാങ്കിൽ പാസ്സായ മേനോൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു. ഡോക്ടർ ബാലകൃഷ്ണനെ കാണുക. എഗ്മോറിലുള്ള ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ശങ്കുണ്ണീസ് ക്ലിനിക്കിലെത്തി മേനോൻ. ഇവിടെ വച്ചാണ്
അന്നാണ് ഈ ഡോക്ടർ ബാലകൃഷ്ണനെ കാണാൻ വരുന്ന അന്നാണ് സത്യനന്ദിക്കാടിനെ എന്ന് പറഞ്ഞ മെലിഞ്ഞ് ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്ന മറ്റൊരു മെലിഞ്ഞ രൂപത്തെ ബാലചന്ദ്ര മേനോൻ പരിചയപ്പെടുന്നത്. പകല് ക്ലിനിക്കിൽ, ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ക്ലിനിക്കിൽ അദ്ദേഹത്തിൻ്റെ സഹായിയായി നിൽക്കുക, രാത്രി ആശുപത്രി അടച്ചു കഴിഞ്ഞാൽ സിനിമാക്കാരനായ ഡോക്ടർ ബാലകൃഷ്ണനുമായിട്ട് സംവിധാന സഹായി ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യുക. അതായിരുന്നു അക്കാലത്ത് സത്യനന്ദിക്കാട് ചെയ്തിരുന്നത്. അടച്ചിട്ട മുറിയിലിരുന്ന് ഡോക്ടറും മേനോനുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു. കെ പി ഉമ്മറിനെതിരെ കയ്യിൽ കിട്ടിയാൽ, കെ പി ഉമ്മറിനെ കയ്യിൽ കിട്ടിയാൽ ചവച്ച് ഇറക്കാനുള്ള ദേഷ്യം അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണനുണ്ട് എന്ന് മേനോന് മനസ്സിലായി. കാരണം അത്രയ്ക്ക് ദേഷ്യത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഉമ്മറിനെതിരെ ഡോക്ടറെ കൊണ്ട് ആദ്യം ഒരു വക്കീൽ നോട്ടീസ് അയപ്പിച്ചു. അടുത്ത പടിയായി അന്ന് ഉമ്മർ അഭിനയിച്ചു കൊണ്ടിരുന്ന ഏതൊക്കെയോ 3-4 സിനിമകൾ മദ്രാസിൽ നടപ്പുണ്ടായിരുന്നു. എത്ര ബുദ്ധിയുണ്ടെന്ന് ആലോചിച്ചു, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ സെറ്റുകളിലൊക്കെ ഉള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിനെയോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ ആരെയൊക്കെ പിടിച്ചിട്ട് നെളിഞ്ഞു നിൽക്കുന്ന ഉമ്മറിൻ്റെ വേണ്ട, പക്ഷേ കുനിഞ്ഞു നിൽക്കുന്ന ഉമ്മറിൻ്റെ ഫോട്ടോകളുടെയൊക്കെ പ്രിൻ്റ് വാങ്ങി. ഈ 3-4 സിനിമയുടെ സെറ്റിൽ നിന്ന് വാങ്ങി. എന്നിട്ട് നാനയുടെ ഫോട്ടോഗ്രാഫറെ അയച്ച് ഡോക്ടർ ബാലകൃഷ്ണൻ കോപിഷ്ഠനായിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന 4-5 ആംഗിളിൽ ഫോട്ടോ എടുത്തു. ഉമ്മർ തലകുനിച്ച് നിൽക്കുന്ന ഫോട്ടോയുടെ ചോട്ടിൽ എന്നോട് ക്ഷമിക്കൂ, എനിക്ക് തെറ്റുപറ്റി എന്ന് ടൈറ്റിൽ എഴുതി. അതൊക്കെ സംഭവിക്കണം കേട്ടോ. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മളൊക്കെ കുറേ കാലം, ഒരു 10 വർഷത്തിലധികം സിനിമ പത്രപ്രവർത്തകനായിട്ട് നടന്നപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ തല കുനിച്ച് നിൽക്കുന്ന ഈ 3-4 പടങ്ങളുടെ ഷൂട്ടിംഗ് നടപ്പുണ്ടല്ലോ, അവിടുന്ന് കിട്ടിയ സ്റ്റില്ലിൻ്റെ താഴെ ഇങ്ങനെ എഴുതി, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് തെറ്റുപറ്റി എന്നെഴുതി വച്ചു. അടുത്ത് വിരൽ ചൂണ്ടി നിൽക്കുന്ന ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ഫോട്ടോയ്ക്ക് താഴെ, ഉമ്മർ നിങ്ങളെൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്നെഴുതി. രണ്ട് കറക്റ്റായില്ലേ? ഉമ്മർ തല കുനിച്ചിരിക്കുന്നിടത്ത് സോറി പറയുന്നതും ഡോക്ടർ ബാലകൃഷ്ണൻ്റെ നെളിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയിൽ ഉമ്മർ നിങ്ങളെൻ്റെ മുന്നിൽ തല കുനിക്കേണ്ടി വരും എന്നും ടൈറ്റിൽ എഴുതി. മേനോൻ അയച്ച മാറ്ററും സ്റ്റില്ലുകളും എല്ലാം കൊല്ലത്ത് നാനയുടെ ഓഫീസിൽ, കൊല്ലത്താണോ അന്ന് തിരുവനന്തപുരത്താണെന്നുണ്ട്, എത്തി. പൊട്ടിച്ച് വായിച്ച നാനയുടെ ഓഫീസിൽ സന്തോഷം. കാരണം വായനക്കാരന് കൗതുകം തോന്നുന്ന ഫോട്ടോകളും ലേഖനവും നാനയിൽ അടിച്ചു വന്നപ്പോഴും ഇത് അടിച്ചു വന്നു. ഉമ്മറും ഡോക്ടർ ബാലകൃഷ്ണനായിട്ടുള്ള ഉടക്കിനെക്കുറിച്ചുള്ള ഫീച്ചർ അടിച്ചു വന്നു. അത് വന്നപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് അഭിനന്ദനങ്ങൾ മേനോനെ ഫോണിലൂടെയും കത്തിലൂടെയൊക്കെ അറിയിച്ചു. ഞാൻ ഇറങ്ങിയതിൻ്റെ അന്നോ പിറ്റെന്നോ എവിടെയൊക്കെയോ കറങ്ങിയടിക്കാൻ പോയിട്ട് വൈകുന്നേരം താമസിക്കുന്ന റൂമിൽ ചെല്ലുമ്പോൾ സഹമുറിയനായ ജർമ്മൻ പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ ടെൻഷനിലിരിക്കുന്നു. എന്താണെന്നറിയില്ല. എവിടെയൊക്കെ സെറ്റുകളിലോ എവിടെയൊക്കെ പോകണമായിരുന്നു ബാലേന്ദ്രൻ. അവിടെയൊക്കെ പോയിട്ട് വൈകുന്നേരം കറങ്ങിയടിച്ച് വന്നപ്പോഴാണ് പതിവില്ലാതെ ജർമ്മൻ ഭയങ്കര ടെൻഷനിലിരിക്കുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ 1 മണിക്കൂർ മുമ്പ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 2 പേർ ബാലചന്ദ്രമേനോനുണ്ടോ എന്ന് തിരക്കി റൂമിൽ വന്നിരുന്നു. അതിലൊരാൾ പരിചയപ്പെടുത്തിയത് തന്നെ 2 പേരും ഒന്നല്ല, അതിലൊരാൾ പറയാണ്, ഞാൻ കെ പി ഉമ്മറിൻ്റെ ഡ്രൈവറാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് ചോദിക്കുന്നത്, ബാലേന്ദ്രനുണ്ടോ? അപ്പോൾ മേനോനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇരുവരും വന്നിരിക്കുന്നതെന്നുള്ളതും അവർ പറഞ്ഞു. പെട്ടെന്ന് ജർമ്മനൊരു ബുദ്ധി തോന്നി. ജർമ്മൻ പറഞ്ഞു, ബാലചന്ദ്രമേനോൻ ഇവിടെ ഇല്ല, നാളെ വരൂ എന്ന് പറഞ്ഞ് വല്ല വിധേനി അവരെ പറഞ്ഞു വിട്ടു. പെട്ടെന്ന് അങ്ങ് പറഞ്ഞാണ് നാളെ വരുള്ളൂ. നാളെ രാവിലെയും അവർ വരാൻ സാധ്യതയുണ്ട്. ഈ രാത്രി ഇവിടെ തങ്ങുന്നത് ശരിയാവില്ല എന്ന് ജർമ്മൻ പറഞ്ഞു. തൻ്റെ മുൻഗാമിക്കുണ്ടായ അനുഭവങ്ങൾ മേനോൻ അപ്പോൾ ഓർത്തു. അപ്പോഴാണ് മേനോന് പെട്ടെന്ന് മറ്റൊരു മുഖം ഓർമ്മ വന്നത്. ബാലതാരമായി രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിൽ തുടങ്ങി നടനായും നിർമ്മാതാവായും നിർമ്മാണ നിർവാഹകനായും ഒക്കെ മലയാള സിനിമയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചിരുന്ന വളരെ മാന്യനായ സരസനായ PA ലത്തീഫിനെ ഇന്ന് പകൽ മേനോൻ എവിടെ വെച്ച് കണ്ടിരുന്നു, മദ്രാസിൽ. അപ്പോൾ ലത്തീഫായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ സംസാരത്തിനിടയിൽ അറിഞ്ഞു PA ലത്തീഫ് ഒരു 3-4 ദിവസം ചെന്നൈയിലുണ്ടാവും, ഞാൻ നുങ്കമ്പക്കത്തുള്ള രാജ് ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒറ്റയ്ക്കാണ് താമസമൊന്നും പറഞ്ഞിരുന്നു. ഒരു രാത്രിയൊക്കെ മാറി താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ രാജ് ഹോട്ടലിലെ ലത്തീഫിൻ്റെ റൂമെന്ന് ബാലചന്ദ്ര മേനോൻ തോന്നി. കാരണം ഇവിടെ കിടന്നാൽ രാത്രി അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ മേനോൻ വന്നെന്ന് ചോദിച്ചുകൊണ്ട് ഈ ചട്ടമ്പികൾ വരാം. മധുവയ്പ്പനെ അന്വേഷിച്ച് വന്നതുപോലെ തന്നെ വരാം. മേനോൻ നേരെ രാജ് ഹോട്ടലിലേക്ക് പോയി.
ലത്തീഫ് ആഹാരമെല്ലാം വരുത്തി മേനോന് കഴിക്കാൻ കൊടുത്തു. സുഖമായിട്ട് മേനോൻ അവിടെ കിടന്നുറങ്ങി. രാവിലെ ഏർലി മോർണിംഗിൽ ലത്തീഫ് എണീറ്റു. അദ്ദേഹം നല്ല കട്ടൻ ചായ കുടിക്കാനും പത്രങ്ങളുണ്ടെങ്കിൽ വാങ്ങാനുമായിട്ട് മേനോനെ വിളിച്ചുണർത്താതെ സുഖമായിട്ട് ഉറങ്ങല്ലേ, ഉറങ്ങട്ടെ പാവം എന്ന് വിചാരിച്ചിട്ട് ലത്തീഫ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ലത്തീഫ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലെ ഫോൺ റിങ് ചെയ്തു. മയക്കം വിട്ടെണീച്ചിട്ട് മേനോൻ ഫോൺ എടുത്തു. അപ്പോൾ മറുവശത്ത് ചോദിക്കുന്നത് മിസ്റ്റർ ലത്തീഫ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ മിസ്റ്റർ ലത്തീഫ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എവിടെയോ കേട്ട കുരലാണല്ലോ എന്ന് മേനോന് തോന്നി. പരിചിതമായ ശബ്ദം. ഒരു 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 സെക്കൻഡ് കൊണ്ട് മേനോൻ ആളിനെ ബോധ്യപ്പെട്ടു. അതെ, കക്ഷി തന്നെ. മറുവശത്ത് നിൽക്കുന്നത്, റിസീവറിൽ കാതി വെച്ചോണ്ട് നിൽക്കുന്നത് KP ഉമ്മറാണെന്ന് മനസ്സിലായി. ഒരു നിമിഷം തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലോ എന്ന് മേനോന് തോന്നി. ആരെ കാണാതെ രാജ് ഹോട്ടലിൽ ഒളിച്ചിരുന്നോ അയാൾ ഇതാ ഫോണിൻ്റെ അങ്ങേത്തലക്കിൽ നിൽക്കുന്നു, സാക്ഷാൽ KP ഉമ്മർ. അപ്പോൾ വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മിസ്റ്റർ ലത്തീഫ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മറുപടി പറയാത്തതുകൊണ്ട് വീണ്ടും അല്പം കൂടി ഷൗട്ട് ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? മിസ്റ്റർ ലത്തീഫ് അവിടെ ഉണ്ടോ എന്നായി വീണ്ടും. അപ്പോൾ വളരെ കൂളായിട്ട് മേനോൻ ചോദിച്ചു, അല്ല ഇതാരാണോ സംസാരിക്കുന്നത്? അത് ശരി, ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ മാത്രമേ ലത്തീഫ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയത്തുള്ളൂ എന്നായി ഉമ്മർ. അതാണ് അതിൻ്റെ മര്യാദ. ഇങ്ങോട്ടല്ലേ കോൾ വന്നത്, ആ സ്ഥിതിക്ക് ആരാ വിളിച്ചത് എന്ന് പറയേണ്ട മര്യാദയുണ്ടല്ലോ എന്നായി മേനോൻ. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മേനോൻ ചേട്ടനെ കുറിച്ച് ചെയ്ത എപ്പിസോഡിൽ പറഞ്ഞ കാര്യം വീണ്ടും പറയേണ്ടി വരുന്നത്. അദ്ദേഹം ഹലോ എന്ന് പറഞ്ഞിട്ട് ഫോണിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദകളെക്കുറിച്ച് അദ്ദേഹം ഒരു ടെലിഫിലിം ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ KP ഉമ്മറാണ് വിളിച്ചത്. അദ്ദേഹം വിളിച്ചോളം പറയേണ്ടത് മറുവശത്ത് നിന്ന് ഫോൺ എടുത്തിട്ട് ഹലോ ഞാൻ KP ഉമ്മറാണ്, മിസ്റ്റർ ലത്തീഫ് ഉണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ചോദിക്കുന്നത്, മിസ്റ്റർ ലത്തീഫ് ഉണ്ടോ എന്ന് നേരിട്ട് ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ ആരായെന്ന് ചോദിച്ചപ്പോൾ ആരാണെന്ന് പറഞ്ഞാലേ ലത്തീഫ് ഉണ്ടോ ഇല്ലേ എന്ന് പറയുമെന്ന് ചോദിക്കുന്നത് തെറ്റാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മേനോൻ ചേട്ടൻ്റെ കൈവശം ആ ഹലോ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടെങ്കിൽ, ആ ടെലിഫിലിം ഉണ്ടെങ്കിൽ അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഇടണം. കാരണം നമ്മുടെ മലയാളികൾ കണ്ടു പഠിക്കണം ആ ടെലിഫിലിം. ഒരു ഫോൺ മര്യാദ എന്താണ്. എന്നെ വിളിക്കുന്ന ഇന്നും പ്രോഗ്രാം പോയ ദിവസമാണല്ലോ, ഇന്നും വിളിക്കുന്നവർ നേരിട്ടങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം നിങ്ങൾ ആരായെന്ന്. ഒരിക്കലും ദിനേശ് സാറാണോ ഞാൻ ഇന്നിടത്തുനിന്ന് ഇന്ന ആളാണ് വിളിക്കുന്നത് പറയേയില്ല പലരും. ആ ഒരു മര്യാദ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരും വിളിച്ചാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മിസ് കോൾ കണ്ടാൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഹലോ ഒരു മിസ് കോൾ കണ്ട് വിളിക്കുകയാണ്, എൻ്റെ പേര് ശാന്തുള ദിനേശ് എന്ന് പറഞ്ഞിട്ടേ ഞാൻ സംസാരിക്കും. പക്ഷേ പലരും അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇവിടെ KP ഉമ്മറും ആരാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ പേര് പറഞ്ഞാലേ ഞാൻ മറുപടി ലത്തീഫ് ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉമ്മക്ക പറയാണ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ടിപ്പു സുൽത്താനാണ്, വിളിക്കുന്ന ആൾ ടിപ്പു സുൽത്താനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മേനോൻ പെട്ടെന്ന് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ആ മിമിക്രിയിലേക്ക് പോയി എന്ന് ചിരിച്ചിട്ട് മേനോൻ വളരെ കൂളായിട്ട് ചോദിച്ചു, മോനെ എപ്പോൾ വന്നടാ നീ? ഏപ്രിൽ 18 കുട്ടാ എന്ന് വിളിക്കും പോലെ മോനെ എപ്പോൾ വന്നടാ നീ എന്ന് ചോദിച്ചു. KP ഉമ്മറിനോടാണ് ചോദിക്കുന്നത്, എപ്പോൾ വന്നടാ നീ എന്ന് ടിപ്പു സുൽത്താനോട് ചോദിക്കുക. മേനോൻ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ മിമിക്രിക്കാരനായതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ പറ്റിയത്. എന്താ പറഞ്ഞത്, മോനെന്നോ എന്നായി മറുവശത്തുനിന്ന്. അപ്പോൾ മേനോൻ വീണ്ടും വളരെ കൂളായിട്ട് ചോദിച്ചു, നിങ്ങൾ ടിപ്പു സുൽത്താനാണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ചോദിക്കുകയാണ് മോൻ എപ്പോഴാണ് വന്നത്? നിങ്ങളാരാ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. ഇപ്പുറത്തുള്ള നിങ്ങളാരാ എന്നായി KP ഉമ്മർ. ഞാൻ ഹൈദരാലി, ടിപ്പു സുൽത്താൻ്റെ ബാപ്പ എന്നായി മേനോൻ. ഒരിക്കലും KP ഉമ്മർ പ്രതീക്ഷിക്കില്ല. ടിപ്പു സുൽത്താൻ്റെ ബാപ്പ ഹൈദരാലിയാണെന്ന് പറയണമെങ്കിൽ ജനറൽ നോളജ് വേണം, അല്ലെങ്കിൽ നല്ല സാമൂഹ്യ ബോധം ഉണ്ടാകണം. എന്താ പറയുക, ചുട്ട മറുപടിയല്ലേ കൊടുക്കുന്നത്, ആലോചിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. നിങ്ങളാരാ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹൈദരാലി, ടിപ്പു സുൽത്താൻ്റെ ബാപ്പ എന്ന് പറഞ്ഞു. മറുവശത്ത് നിന്ന് ഹലോ ഹലോ പറഞ്ഞത് മേനോൻ ഫോണങ്ങ് വെച്ച് കളഞ്ഞു, അവിടെ അവസാനിപ്പിച്ചു. കാരണം KP ഉമ്മറിനോടാണ് ചോദിക്കുന്നത്, നിൻ്റെ ബാപ്പയാണ്
ടിപ്പു സുൽത്താൻ്റെ വാപ്പയായിട്ടാണ് പറഞ്ഞതെങ്കിലും അടി കൊണ്ടത് കെ പി ഉമ്മറിനല്ലേ. ഫോൺ വച്ച് ബാലചന്ദ്രമേനോൻ തിരിയുമ്പോൾ ലത്തീഫൊക്കെ അകത്തേക്ക് കടന്നു വന്നു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി പി എ ലത്തീഫിനോട് ബാലചന്ദ്രമേനോൻ പറഞ്ഞു. ഇങ്ങനെ ഞാൻ ഉറങ്ങി കിടക്കുകയായിരുന്നു, ഒരു ഫോൺ വന്നു, ഫോൺ എടുത്ത് ലത്തീഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. മിസ്റ്റർ പി എ ലത്തീഫ്, മിസ്റ്റർ ചേർത്തലേ ഉമ്മർ സാർ പറയൂ, മിസ്റ്റർ പി എ ലത്തീഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. മറുവശത്ത് നിങ്ങൾ ആരാ എന്ന് ഞാൻ ചോദിച്ചു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ടിപ്പു സുൽത്താൻ ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു മോനെ നീ എപ്പോൾ വന്നതാണെന്ന് ഞാൻ ചോദിച്ചു. പിന്നാലെ എന്നോട് നിങ്ങൾ ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടിപ്പുവിൻ്റെ അച്ഛൻ ഹൈദരാലി ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ലത്തീഫൊക്കെ പറയുന്നതേ അതൊന്നും സാരമില്ല, ഉമ്മക്ക് ഇതൊക്കെ തമാശ എടുക്കുന്ന ആളാണ് എന്നായി ലത്തീഫ്. വീണ്ടും ഫോൺ റിങ് ചെയ്തു. കട്ട് ചെയ്തപ്പോൾ മേനോൻ കട്ട് ചെയ്ത ഫോൺ വീണ്ടും അടിക്കുന്നു. ഇത്തവണ ലത്തീഫൊക്കെ തന്നെ ഫോൺ എടുത്തു. ഉമ്മറിൻ്റെ ആദ്യത്തെ ചോദ്യം, ആരാണ് നേരത്തെ ഫോൺ എടുത്തത് എന്ന് ചോദിച്ചു. നാനയുടെ ബാലചന്ദ്ര മേനോനാണ് എന്ന് ലത്തീഫൊക്കെ മറുപടി പറഞ്ഞു. മിസ്റ്റർ ലത്തീഫ്, നിങ്ങൾ മിസ്റ്റർ മേനോനെയും കൊണ്ട് അടിയന്തരമായി എന്നെ കാണാൻ വരണം, കഴിയുമെങ്കിൽ 1 മണിക്കൂറിനകം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. ആലോചിച്ച് നോക്കിയേ, ആരാണ് ഫോൺ എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ലത്തീഫൊക്കെ വളരെ കൂളായിട്ട് പറഞ്ഞു നാനയുടെ ബാലചന്ദ്ര മേനോനാണെന്ന്. മിസ്റ്റർ ലത്തീഫ്, നിങ്ങൾ മിസ്റ്റർ മേനോനുമായി അടിയന്തരമായിട്ട് എന്നെ കാണാൻ വരണം, കഴിയുമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ എന്നായി. കാര്യങ്ങൾ അവിടെ എല്ലാം തകിടം പറഞ്ഞു. ലത്തീഫും ബാലചന്ദ്ര മേനോനും കൂടി ഉമ്മുക്കയുടെ വീട്ടിലെത്തി. പ്രസന്നവദനായി നല്ല ചിരിച്ച മുഖത്തോടെ ഉമ്മുക്ക മേനോനെ കണ്ടതും പല്ലുകൾ വെളുക്ക കാട്ടി ചിരിച്ചുകൊണ്ട് അദ്ദേഹം മേനോന് ഷേക്ക് ഹാൻഡ് കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു, ഇത്രേ ഉള്ളൂ ഉമ്മുക്ക. ഷേക്ക് ഹാൻഡ് കൊടുത്തു. മിസ്റ്റർ മേനോൻ, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അതാണ് ആദ്യം പറഞ്ഞ സെൻറ്റൻസ്, ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട്. എന്തൊരു ചാതുര്യത്തോടെയാണ് ബാലകൃഷ്ണനും ഞാനും തമ്മിലുള്ള മാറ്റർ നിങ്ങൾ വാർത്തയാക്കിയത്. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബാലകൃഷ്ണൻ. ഇവിടെ എത്രയോ കാലമായിട്ട് ഞാൻ ഏതെല്ലാം പത്രപ്രവർത്തകരെ കാണുന്നു, ഒരുത്തനും ഇങ്ങനെയുള്ള ബുദ്ധി തോന്നിയില്ലല്ലോ എന്ന് നിങ്ങളുടെ ആ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. നമ്മൾ തമ്മിൽ ആദ്യമേ തെറ്റാൻ പാടില്ലായിരുന്നു, ഒരബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇപ്പോൾ മുതൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിരിക്കും എന്ന് പറഞ്ഞാണ് ആ കൈ വിട്ടത് ഉമ്മുക്ക. ബാലേന്ദ്രൻ്റെ കയ്യെ പിടിച്ചിട്ട് ആത്മാർത്ഥമായിട്ടാണ് ഉമ്മുക്ക പറയുന്നത്, ഒരബദ്ധം പറ്റിപ്പോയതാണ്, അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇപ്പോൾ മുതൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. മേനോനും ആ വാക്ക് പാലിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത ഇഷ്ടമാണ് പക്ഷേ കാര്യം നിസ്സാരം, നയം വ്യക്തമാക്കുന്നു, ശേഷം കാഴ്ചയിൽ മുതലായ സിനിമകളിലൊക്കെ ഉമ്മുക്കയെ അഭിനയിപ്പിച്ചു. എന്തൊരു സരസനായ മനുഷ്യൻ എന്ന് പറയുക കെ പി ഉമ്മർ. ക്യാരക്ടറുള്ള വ്യക്തിത്വമുള്ള മനുഷ്യൻ എന്ന് മാത്രമല്ല, ബാലചന്ദ്ര മേനോൻ്റെ ഇളയ പെങ്ങൾ സുഷമയുടെ വിവാഹത്തിനായി ആ ഒരൊറ്റ ആവശ്യത്തിന് മാത്രമായിട്ട് ഉമ്മുക്ക മദ്രാസിൽ നിന്ന് നേരിട്ട് വന്നു, കല്യാണത്തിൽ പങ്കെടുത്തു. പുറമെ പരുഷമായി പെരുമാറുന്ന നാം ഒരാളിനെയും നാം ഒരിക്കലും ആ നിലയിൽ വിലയിരുത്തരുത് എന്നാണ് ബാലചന്ദ്രമേനോൻ പറയുന്നത്. അതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് കെ പി ഉമ്മർ എന്നാണ് ബാലചന്ദ്രമേനോൻ പറയുന്നത്. കാരണം ഒരിക്കലും നമ്മൾ പരുഷമായി സംസാരിക്കുന്ന ഒരാളെ ഇയാളൊരു ബോർണായിരിക്കുന്നു അങ്ങനെ മുൻധാരണ ഉണ്ടാകരുത് എന്നാണ് മേനോൻ പറയുന്നത്. മറ്റൊരാളിൻ്റെ കഴിവുകളെ അംഗീകരിക്കാനും അത് ഉറക്കെ വിളിച്ചു പറയാനും ഉമ്മുക്ക ഒരിക്കലും മടിച്ചിരുന്നില്ല എന്നാണ് അനുഭവങ്ങളിൽ നിന്ന് ബാലചന്ദ്രമേനോൻ പറയുന്നത്. അതൊരു നിറഞ്ഞ മനസ്സുള്ള ഒരാളിനെ അത് കഴിയുള്ളൂ. വക്രബുദ്ധിയും വളഞ്ഞ ചിന്താഗതിയും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും മറ്റൊരാളിൻ്റെ കഴിവിനെക്കുറിച്ച് പറയില്ല. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് പറയുമ്പോൾ ഇത് കൂടെ പറയാമെന്ന് പോലും അറിയില്ല. എൻ്റെ ആബ്സെൻറ്റുകളിൽ ഞാൻ ജെ.സി. സാറിൻ്റെ കൂടെ ഇല്ലാത്ത സമയങ്ങളിൽ സിനിമാ രംഗത്തുള്ള പലരോടും ജെ.സി. സാർ എന്നെക്കുറിച്ച് സംസാരിച്ച നല്ല വാക്കുകളുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദിനേശേ ജെ.സി. നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു. ഒരിക്കലും ജെ.സി. സാർ മരിക്കുന്നത് വരെയും എന്നെപ്പറ്റി ഒരു ബോറനാണെന്നോ ബുദ്ധിയില്ലാത്തവനാണെന്നോ സിനിമയിലൊന്നും ആവൂലെന്നോ കഴുതയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വേറെ ചിലർ എന്നെപ്പറ്റി എൻ്റെ ആബ്സെൻറ്റിൽ ഞാൻ മുമ്പ് തന്നെ ഒരു കഥ പറഞ്ഞിട്ടില്ലേ, സൈബർ സെല്ലിലെ പോലീസുകാർ ഒരു എസ് ഐ പറഞ്ഞു എന്നെ സൈബർ സെല്ലുകാരെല്ലാവരും കൂടി ഇടിച്ച് പഞ്ചറാക്കി എന്നൊക്കെ പറയുന്ന ആളുകളും സിനിമയിലുണ്ടല്ലോ. പക്ഷേ ജെ.സി. സാർ ഒരിക്കലും എൻ്റെ ആബ്സെൻറ്റിൽ എന്നെപ്പറ്റി മതിപ്പോടെ അല്ലാതെ സംസാരിച്ചിട്ടേ ഇല്ല. അതുപോലെ ക്യാരക്ടറുള്ള ഒരാളാണ്
KP ഉമ്മർ എന്നാണ് ബാലചന്ദ്രൻ മേനോൻ പറയുന്നത്. മറ്റൊരാളിൻ്റെ കഴിവുകളെ അംഗീകരിക്കാനും അത് ഉറക്കെ വിളിച്ചു പറയാനും ഉമ്മക്ക ഒരിക്കലും മടിച്ചിരുന്നില്ല എന്നാണ് അനുഭവ സാക്ഷ്യമായി ബാലചന്ദ്രൻ മേനോൻ പറയുന്നത്. എന്തായാലും പക്ഷേ ഉമ്മർ സാറിൻ്റെ ഉമ്മക്കയുടെ അവസാന കാലമൊക്കെ എന്താ പറയുക, ശ്രദ്ധ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ കോഴിക്കോട്ട് ചെന്നിട്ട് മിസ്റ്റർ ശശി, എനിക്ക് ഡയലോഗുകളൊന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്നില്ല, ക്യാമറയുടെ മുന്നിൽ നിന്ന് പരിഹാസ്യനാവാൻ ഞാനില്ല, അതുകൊണ്ട് ഞാൻ അഭിനയം അവസാനിപ്പിക്കണമെന്ന് ആ പടത്തിൽ അഭിനയിച്ചില്ല. അത്രയും മാന്യനാണ് ആ മനുഷ്യൻ. വേറെ ആരാണെങ്കിലും മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്നില്ലേ, ഈ പടം കൂടെ ചെയ്തേക്കാമെന്ന് വിചാരിക്കും. ഞാനില്ല ശശി, എനിക്ക് മെമ്മറിയിൽ നിൽക്കുന്നില്ല ഡയലോഗുകളൊന്നും, നിങ്ങൾ വേറൊരാളിനെ നോക്കൂ എന്ന് പറഞ്ഞാൽ അഭിനയം അവസാനിപ്പിച്ച മനുഷ്യനാണ്. അതുപോലെ തന്നെ അവസാനം വലിയ വീടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ വിറ്റ് അദ്ദേഹത്തിൻ്റെ മകൻ ഈ അടുത്ത കാലത്ത് ഇവിടെ പറയുന്നത് കേട്ടു, ബാങ്ക് ബാലൻസ് ഒക്കെ വളരെ തുച്ഛമായ എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോൾ. എന്നാൽ പോലും ജീവിതത്തിൽ ഒരു സമ്പന്നനായിരുന്നു KP ഉമ്മർ, അല്ലെങ്കിൽ ഉമ്മർ സാർ, അല്ലെങ്കിൽ ഉമ്മുക്ക എന്ന് ഞാൻ പറയും. ബാലചന്ദ്രൻ മേനോൻ സാക്ഷ്യപ്പെടുത്തുന്നതും എന്താ പറയുക, ടിപ്പു സുൽത്താൻ ഹൈദരാലിയുമായിട്ട് പോലും ആ ഹ്യൂമർ നന്നായിട്ട് ആസ്വദിച്ച ആളായിരുന്നു KP ഉമ്മർ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും മേനോൻ ചേട്ടനെ പോലെ ഒരു സിനിമാ പത്രപ്രവർത്തകൻ്റെ തുടക്കകാലത്തുണ്ടായ തിക്ത അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ മേനോൻ ചേട്ടൻ്റെ ചെയ്ത് 2 എപ്പിസോഡ് കഴിയുമ്പോഴേക്കും അടുത്തത് വരികയാണ്. ഇനി കുറേ കാലം കഴിഞ്ഞ് മേനോൻ ചേട്ടനെക്കുറിച്ച് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.